Hi guys, welcome back to Nyan Habil episode number 22. So first of all, thank you. എല്ലാ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ താങ്ക് യു പറഞ്ഞത് എന്തിനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നന്ദി പറഞ്ഞ് തുടങ്ങാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഞാൻ ഈ കുറേ ആളുകളെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളോട് എല്ലാവരോടും എല്ലാ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലും താങ്ക് യു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഇനി ആർക്കെങ്കിലും അത് എന്തിനാണ് എല്ലാ വീഡിയോയിലും ഇവരിങ്ങനെ ഈ താങ്ക് യു പറയുന്നത് തോന്നുകയാണെങ്കിൽ അതിനുള്ളൊരു ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അല്ലാണ്ട് വലിച്ചു നീട്ടൊന്നും വേണ്ട. കാരണം എല്ലാവർക്കും പറയാം നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത്, എന്ത് കാര്യമാണ്, എന്ത് കോണ്ടന്റ് ആണ്, എന്താ സംഭവം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. സോ നമുക്ക് നമ്മളെ കാര്യപരിപാടികളിലേക്ക് കടക്കാം. ആദ്യത്തെ കോട്ട് എന്താണെന്ന് നോക്കാം 22ാമത്തെ എപ്പിസോഡിലെ. സോ ഫസ്റ്റ് വൺ, സൈലന്റ് കില്ലർ 286 ആൻഡ് 3 അതേഴ്സ് എന്ന് പറയുന്ന സൈലന്റ് കില്ലർ 286ഉം അതുപോലെ തന്നെ 3 പേജുമായിട്ട് കൊളാബ് ചെയ്തിട്ട ഒരു പോസ്റ്റാണ്. വിശ്വാസത്തോടെ കൂടെ നിന്ന ഒരു ഹൃദയത്തോട് നുണകൾ പോയി 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 ഒന്നുകൂടെ എടുക്കാം. ഓക്കെ. വിശ്വാസത്തോടെ കൂടെ നിന്ന ഒരു ഹൃദയത്തോട് നുണകൾ പറഞ്ഞു ജയിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ആ നുണകളുടെ ആയുസ് തീരുന്ന ദിവസം നഷ്ടപ്പെടുന്നത് തിരികെ ലഭിക്കാത്ത ഒരു വലിയ ബന്ധമായിരിക്കും. ദാറ്റ്സ് എ ബ്ലഡി ഫാക്ട്. നമ്മളുണ്ടല്ലോ, നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളോട് നമ്മൾ പലതും പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരെ പിടിച്ചു നിർത്താനും ഓരെ ജയിക്കാനും നമ്മൾ പറയുന്നത് കംപ്ലീറ്റ് നുണകൾ മാത്രമാണെങ്കിലടാ, ആ നുണകളൊക്കെ പൊട്ടുന്നൊരു ദിവസം വരും. ആ കംപ്ലീറ്റ് കള്ളങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നൊരു ദിവസം വരും. ആ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ലോകത്ത് വെച്ചിട്ട് ഇനി ചിലപ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്രയും നല്ലൊരു ബന്ധമാകും. ഒരു റിലേഷനിലും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്താനോ ചതിച്ചുകൊണ്ട് ജീവിക്കാനോ ട്രൈ ചെയ്യരുത്. ലൈക്ക് അതെന്തോ ആയിക്കോട്ടെ, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ. എടാ, ചീറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു മിസ്റ്റേക്ക് അല്ല. ആക്ച്വലി ഇറ്റ്സ് എ ചോയ്സ്. ലൈക്ക് ഞാൻ തന്നെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചീറ്റിംഗ് ഈസ് എ ചോയ്സ്, ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന ഒരു കാര്യമാണ് അതൊരു. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ആ ചതി നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഒരു അബദ്ധമാവുക? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെല്ലാം ചതികളാണ്. അതൊരു തീരുമാനമാണ്. നമുക്കവിടെ ഒരു ചോയ്സ് ഉണ്ട് എന്ത് ചെയ്യാണ്ടിരിക്കാൻ. പക്ഷെ എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണ്. ഒരു റിലേഷനിലും ഒരിക്കലും പിടിച്ചു നിർത്താൻ വേണ്ടി കള്ളങ്ങൾ പറയുക, അതുപോലെ തന്നെ നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെ ചതിച്ചുകൊണ്ട്, അത് എന്ത് ബന്ധമാണെങ്കിലും അങ്ങനെ ചതിച്ചുകൊണ്ട് ഓരോ കൂടെ നിർത്തരുത്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓരോ കൂടെ നിൽക്കരുത്. ഭയങ്കര ചെറ്റത്തരാണത്. ഇതൊക്കെ ഒരു ദിവസം തെളിയും. എന്തൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ദിവസം പുറത്ത് വരുന്നൊരു ടൈം വരും. അല്ല, നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യേണ്ട ഒരാളെ ആകാം. സോ ആ ഒരു പോയിന്റ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ആ സമയത്ത് പല ആളുകൾക്കും പറ്റണമെന്നില്ല. പക്ഷെ അത് അവരവർ വരുത്തി വെക്കുന്നത് കൊണ്ടാണ്. അവരവർ വരുത്തി വെക്കുന്ന തെറ്റുകളും ചതികളും കൊണ്ടാണ് അവർക്ക് ആ ഒരു ശിക്ഷ കിട്ടുന്നത്. സോ ചതിക്കരുതടാ. കള്ളങ്ങൾ പറഞ്ഞ് ഒരാളെയും പിടിച്ചു നിർത്തരുത്. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള ഒരാളോട് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ നമ്മൾ ജീവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കറിയാം നമ്മൾ പറയുന്നത് കള്ളമാണ്, നമ്മൾ അവരെ പറ്റിക്കുകയാണെന്ന്. പാവങ്ങളല്ലടാ, അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞൊന്നും ചെയ്യരുത്. അടുത്തത്, എഴുത്തുകൾ ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. പലതിനെയും അന്ധമായി പിന്തുടരുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ നഷ്ടപ്പെടുത്തും. സത്യമാണത്. ലൈക്ക് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തോന്നുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ബ്ലൈൻഡായിട്ട് നമ്മൾ ഒന്നിലും ഇറങ്ങി തിരിക്കരുത്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലടാ, ബ്ലൈൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു വല്ലാത്ത ഇടങ്ങേറ് പിടിച്ചൊരു കാര്യമാണ്. ബ്ലൈൻഡ് ട്രസ്റ്റ്. അന്ധമായി നമ്മൾ ഒന്നിലും വിശ്വസിക്കരുത്. അതുപോലെ തന്നെ അന്ധമായി നമ്മൾ ഒന്നിലും അഡിക്റ്റായി പോകരുത്. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഈവൻ എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, എന്ത് വലിയ കാര്യമായിക്കോട്ടെ, എവ്രിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മേ ബി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റോ ഇല്ലെന്ന് അല്ല, അതൊരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ലിമിറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ബ്ലൈൻഡായിട്ട് ആ ഒരു കാര്യത്തിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക, ബ്ലൈൻഡായിട്ടുള്ള അഡിക്ഷൻ, ഇതൊക്കെ
ലൈഫിൽ എപ്പോഴും നെഗറ്റീവായിട്ടേ വരുള്ളൂ. ഇതൊക്കെ തിരിച്ചടി വരുന്ന സമയത്താണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുക. കാരണം നമ്മൾ ഒന്നിൽ കൂടുതലും അഡിക്റ്റ് ആയി പോകുന്ന സമയത്ത് പല സമയത്തും നമ്മൾ നമ്മളെ മറക്കും. നമ്മളെ കാര്യങ്ങൾ എന്തായിരുന്നു, നമ്മളെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, നമ്മളെ ജീവിതം എന്തിനാണ്, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്തിലാണോ അന്ധമായി അഡിക്റ്റ് ആയത്, അതൊരു ദിവസം മേ ബി നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാതായി പോവുക ചിലപ്പോൾ നമ്മളെ ലൈഫാവും. ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. പല ആളുകളും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ പറയും, കറക്റ്റാണ്. കാരണം അത് ഫേസ് ചെയ്ത ആളുകൾക്ക് അറിയാം ആ ഒരു പോയിന്റ് എങ്ങനെയാണെന്നും. പിന്നീട് അവർ മനസ്സിലാക്കുന്ന വലിയൊരു റിയാലിറ്റി എന്താ അറിയോ, ഒരു പരിധിയിലപ്പുറം ഒന്നിനോടും അടുക്കരുത്, അല്ലെങ്കിൽ ഒരു പരിധിയിലപ്പുറം ഒന്നും ഏറ്റെടുക്കാൻ നിൽക്കരുത്. മനസ്സിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് അതിന് നമ്മൾ തന്നെ സ്വയം ഒരു ബൗണ്ടറി വെക്കണം. മേ ബി അതിന് പ്രത്യേകിച്ച് ഒരു ബൗണ്ടറി കാര്യങ്ങളൊന്നും സ്വയം ഉണ്ടാക്കാനില്ലല്ലോ. നമ്മളാണ് അതിനെല്ലാം ഒരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ, അത് അത്ര മതി എന്ന് തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ബോധം വേണം. അതല്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അത് ആർക്കാണ് പണി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞമ്മക്കാണ്, വേറെ ആർക്കും അല്ല. കാരണം നമ്മൾ തന്നെയല്ലേ ബ്ലൈൻഡായിട്ട് ആ ഒരു കാര്യത്തിൽ അഡിക്റ്റ് ആയത്, ബ്ലൈൻഡ് ട്രസ്റ്റ് കൊടുത്തത് നമ്മളല്ലേ. അപ്പം അതിൻ്റെ പണി കിട്ടലും നമുക്ക് തന്നെയാണ്. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു കോട്ടാണത്. പലതിനെയും അന്ധമായി പിന്തുടരുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യരുതടാ. അടുത്തത് തോട്ട് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, കർമ്മ എവറിത്തിങ് യു ഡു കംസ് ബാക്ക് ടു യു. ദാറ്റ്സ് എ ബ്ലഡി ഫാക്ട്. ഇതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ കോഴ്സിലൊക്കെ വേറൊരു തരത്തിൽ പറഞ്ഞത്. കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ പിക്ചർ കണ്ടില്ലേ, കറക്റ്റാ, എക്സാക്ട് പിക്ചറാണ് അവർ കൊടുത്തതും. നമ്മൾ ഒരാളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരാളെ എന്താ പറയുക വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കൊരു പണി വരും. യൂണിവേഴ്സൽ ട്രൂത്താണത്. ഇതിൽ വിശ്വസിക്കാത്ത പല ആളുകളും സിറ്റുവേഷൻസ് കൊണ്ട് ഇതിൽ വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ട് നമ്മളയാളെ മനഃപൂർവ്വം ചതിച്ചിട്ടുണ്ടെങ്കിൽ, ലൈഫിലൊരു പോയിന്റ് എത്തുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു പണി വരും. ആ ഒരു പണി കിട്ടുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരിക നമ്മൾ ആ ചതിച്ച ആളുടെ മുഖവും. അതാണ് കർമ്മ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതിപ്പം നല്ല കാര്യങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളൊരാൾക്ക് നല്ലത് ചെയ്താൽ, ഇപ്പം ചതിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ നമുക്കൊരു പണി വരുന്നത്. അതേപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നമുക്കൊരു നല്ല കാര്യങ്ങൾ നമ്മൾ വേറെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരും. അതുപോലെ തന്നെ പണികളും വരും. നല്ലത് മാത്രമല്ല വരിക. ഈ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ, പോസിറ്റീവ് ചെയ്താൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവുകൾ സംഭവിക്കും, നെഗറ്റീവ് ചെയ്യുന്ന ആളുകൾക്ക് നെഗറ്റീവ് കിട്ടും. സോ ചോയ്സ് നമ്മുടേതാണ്. പോസിറ്റീവ് ചെയ്ത് പോസിറ്റീവ് വരണോ, നെഗറ്റീവ് ചെയ്ത് നെഗറ്റീവ് വരണോ എന്ന്. കർമ്മ എന്ന് പറയുന്നത് സത്യമാവാനുള്ള പ്രധാന റീസൺ എന്താ അറിയോ, നമ്മളൊരാൾക്ക് ഒരു പണി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ചതിക്കുമ്പോൾ, അയാൾ അനുഭവിക്കുന്ന അയാളുടെ ജീവിതത്തിലെ വേദന അത് നമ്മളും അറിയണം. നമ്മൾ അയാളോട് ആ ചെയ്ത സമയത്ത് എത്രത്തോളം പെയിനിലൂടെയാണ് അയാൾ കടന്നു പോയത്, എത്രത്തോളം ഹാർഡായിട്ടായിരുന്നു അയാളുടെ ലൈഫ് അയാൾ ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കി തരാനാണ് വീണ്ടും നമുക്ക് പല പണികളും വരുന്നത്. സോ കർമ്മ എന്ന് പറയുന്നത് തിരിച്ചടിക്കും. ബിവെയർ. ഓക്കെ, നല്ല ചെയ്യാം. അടുത്തത് സം ലൈൻസ്, കുറേ എസ്, അതാണ് ഞാൻ എന്ന് പറഞ്ഞത്. സം ലൈൻസ് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ്. ജസ്റ്റ് എൻജോയ് ലൈഫ്, വി വിൽ നെവർ ബി ദിസ് യങ് അഗെയിൻ. എന്ത് സത്യടാ. മാക്സിമം നമ്മളൊക്കെ ഈ ഒരു പ്രായം, ഒരു 18 to ഒരു 25, 27, 28 ആ ഒരു പ്രായത്തിൻ്റെ ഉള്ളിലൊക്കെ മാക്സിമം യങ് ഏജിൽ നിൽക്കുന്ന ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും എൻജോയ് ചെയ്യാം.
ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഡിപ്രഷനും ആങ്സൈറ്റിയിലൊക്കെ പോയിട്ട് നമ്മളെ ടൈമും ലൈഫും വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാടാ ജസ്റ്റ് എൻജോയ് അവർ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈഫ് ഈസ് എ ബ്ലെസ്സിങ്, എ ട്രൂ ബ്ലെസ്സിങ്. ഒരു ജീവിതം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. ഈ ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യനെ കൊണ്ടും കണ്ടു തുടങ്ങിയാൽ തീർക്കാൻ പറ്റാത്ത അത്രയും വലുതാണ് ഈ ലോകം, അല്ലേ? അത്രയും കാണാനും അത്രയും സഞ്ചരിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. സോ റിമെമ്പർ ഗൈസ്, വി വിൽ നെവർ ബി ദിസ് യങ് അഗെയിൻ. സോ ജസ്റ്റ് എൻജോയ് യുവർ ഓൺ ലൈഫ്. നമുക്ക് വേണ്ടി നമ്മളെ ജീവിതം വേറെ ആരും ജീവിക്കില്ല. നമ്മളെ ജീവിതം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം. നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ജീവിക്കണം. അതുപോലെ തന്നെ ഒരേ പ്രായത്തിൽ എല്ലാ മനുഷ്യരും ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ. അത് ചെറിയ പ്രായമായിക്കോട്ടെ, മധ്യപ്രായമായിക്കോട്ടെ, വലിയ പ്രായമായിക്കോട്ടെ, ഏത് പ്രായത്തിലാണെങ്കിലും ഒരു മനുഷ്യന് ഒരു വയസ്സ് ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ഒരൊറ്റ തവണയല്ലേ കിട്ടുന്നുള്ളൂ. 20-ാം വയസ്സ് ഒരാൾക്ക് 2 തവണ കിട്ടുന്നുണ്ടോ? 21-ാം വയസ്സ് 2 തവണ കിട്ടുന്നുണ്ടോ? 22-ാം വയസ്സ് ഇല്ല. എല്ലാ വയസ്സും ഒരു തവണയെ കിട്ടുള്ളൂ. ആ ഒരു തവണ കിട്ടുന്ന സമയത്ത് നമ്മളെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ എൻജോയ് ചെയ്യുക. വെറുതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെടും, അങ്ങനത്തെ സ്റ്റേജുകളൊക്കെ ഉണ്ടാവും, ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് പിടിച്ച് ഇങ്ങനെ നിന്ന് നമ്മളെ ജീവിതം വേസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും, തകർച്ചകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. ഇതൊക്കെ ലൈഫാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ ലൈഫുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാഫ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡായി എന്നാണ് അർത്ഥം. അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്തെ നമ്മൾക്ക് ജീവിക്കുന്നുള്ളൂ എന്നൊരർത്ഥം വരുന്നുള്ളൂ. സോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അതൊരു ബ്ലെസ്സിങ് ആണ്, അതൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ പ്രായത്തിലും ഒരിക്കലും മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പ്രായത്തിൽ തന്നെ ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഒരാളുടെ ലൈഫിൽ കയറി അല്ലെങ്കിൽ ഒരാളുടെ സ്പേസിൽ കയറി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ ലൈഫ് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എൻജോയ് ചെയ്യാം. അത് നല്ലൊരു കോട്ടാണ്. വളരെ എന്താ പറയുക, റിയാലിറ്റി ആളുകൾക്ക് കാണിച്ചു തരുന്നൊരു കോട്ടാണത്. അടുത്തത് സിറാജ് സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, എത്ര വലിയ പ്രശ്നങ്ങളും ഒരു മൈലാഞ്ചി ചെടിക്ക് കീഴിൽ അവസാനിക്കും. അത്ര ഉള്ളു മനുഷ്യന്, അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ കാര്യങ്ങളും എന്തൊക്കെ നേട്ടങ്ങളും എന്തൊക്കെ തകർച്ചകളും എന്തൊക്കെ സന്തോഷങ്ങളും എന്തൊക്കെ സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു മൈലാഞ്ചി ചെടിക്ക് കീഴിൽ എല്ലാം അവസാനിക്കും. ലൈക്ക് മനസ്സിലായോ കുറെ ആളുകൾക്ക്? അതായത് മരിച്ചു പോകുമ്പോൾ ഖബർ, ലൈക്ക് ഇസ്ലാമിലാണ് ഈ ഖബർ, മറ്റേതിൽ നമ്മൾ കത്തിക്കുമല്ലോ, മറ്റേ അതിനെന്തോ പറയും, എന്താ പറയാ, ദഹിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ കല്ലറയിൽ അങ്ങനത്തെ അവിടെ വരെ ഉള്ളൂ എല്ലാം. എന്തോ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ നേടുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒരു മനുഷ്യനിക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളായിക്കോട്ടെ, സമ്പാദിക്കുന്നതായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ കാര്യങ്ങളും അവിടെ തീരും. അവിടെ വരെ ഉള്ളൂ ഈ ഓട്ടം. ശരിയല്ലേ? അതാണ് പ്രശ്നങ്ങളൊക്കെ. ഇതിലിപ്പോൾ പ്രശ്നങ്ങളാണ് എഴുതിയത്, പക്ഷെ പ്രശ്നങ്ങൾ മാത്രമല്ല, എല്ലാം തീരും. ആ ഒരു മൈലാഞ്ചി ചെടീൻ്റെ അടിയിലെത്തുന്നത് വരെയുള്ളൊരു ഓട്ടം, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഓട്ടം അവസാനിച്ച്. എല്ലാ മനുഷ്യരുടെ ഓട്ടങ്ങളും ഒരു ദിവസം അവസാനിക്കും. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം, ഡെത്ത്. എല്ലാ മനുഷ്യനും ഒരു എത്ര കോടീശ്വരനായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ, എല്ലാ മനുഷ്യനും ഒരു ദിവസം അയാളുടെ ഓട്ടം നിർത്തേണ്ടി വരും, നിന്ന് പോകും. ഇറ്റ്സ് എ ഫാക്ട്. അതൊക്കെ മനസ്സിലുണ്ടാവുമ്പോൾ എന്താ അറിയോ, നമുക്ക് പല കാര്യങ്ങളിലും സത്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് വിടാൻ തുടങ്ങും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ, നമ്മളെ ഒരു മൈൻഡിലേക്ക് അതൊക്കെ വന്നു കഴിഞ്ഞാൽ. അടുത്തത് ആഷി കോട്ട് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, കാണാൻ തോന്നുന്നു വീണ്ടും നമ്മൾ ഒരുമിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. സംഭവം നല്ല റൈറ്റിംഗ് ആണ്, പക്ഷെ ഇത് എപ്പോഴും നല്ലതാവണമെന്നില്ല. ലൈക്ക് എല്ലാം പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് തമ്മിൽ പിരിഞ്ഞ ആളുകളുണ്ടാവും. അവർക്കും ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ തോന്നും, കാണാൻ തോന്നുന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ കാണുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഭയങ്കരമായിട്ടും ആഗ്രഹിക്കും.
ഇത് നല്ല കോട്ടാണ്, നല്ല മീനിങ് ഉള്ള, ഐ മീൻ നല്ല റൈറ്റിംഗ് ആണ്, നല്ല മീനിങ് ഉണ്ട്, നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് പല ആളുകൾക്കും വേദനിപ്പിക്കുന്ന തരത്തിലും വായിക്കാൻ പറ്റും. കാണാൻ തോന്നുന്നു, വീണ്ടും നമ്മൾ ഒരുമിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഒരൊറ്റ ഒരു ലൈന് കൂടെ എഴുതിയാൽ പിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു റൈറ്റിംഗ് ആണത്. ആ ലൈൻ എന്താ അറിയോ? ഞാൻ വായിച്ചുതരാം. ഇതിലില്ല, ഞാൻ വേറെ വായിച്ചുതരാം. സ്റ്റാർട്ടിംഗ് ഒക്കെ തന്നെ. കാണാൻ തോന്നുന്നു, വീണ്ടും നമ്മൾ ഒരുമിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു അടുത്ത ജന്മത്തിൽ. ആ അടുത്ത ജന്മത്തിൽ എന്നൊരു ലൈനും കൂടെ ഇതിൽ എഴുതിയാൽ നൂറുകണക്കിന് ആളുകൾക്ക് ഇത് വീണ്ടും കണക്ട് ആവും. ഇപ്പം ഒരു 1000 ആളുകൾക്ക് കണക്ട് ആകുന്നുണ്ടെങ്കിൽ മറ്റേതൊരു 2000 ആളുകൾക്ക് വീണ്ടും കണക്ട് ആവും. പിരിഞ്ഞുപോയ ആളുകൾക്ക് ഇതെപ്പോഴും ഒരു വേദന കൊടുക്കുന്ന ഒരു റൈറ്റിംഗ് ആണ്. നിലവിൽ നല്ല രീതിയിൽ പോകുന്ന ആളുകൾക്ക്, അകലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്താ പറയാ, ഒരു 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 മനസ്സിൽ എന്തൊക്കെയോ തട്ടുന്ന ഒരു റൈറ്റിംഗ് ആണ്. പക്ഷെ അത് കൊള്ളാം അല്ലേ? ഒരു തരത്തിൽ അത് കൊള്ളാം. ഓക്കെ, അടുത്തെന്താ? ലൈഫ് ഡ്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. വാശി പിടിക്കല്ലേ മനസ്സേ, ആ വ്യക്തി മറ്റാരുടെയോ ആണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ എഴുതി, നോടി കേട്ടോക്ക. വാശി പിടിക്കല്ലേ മനസ്സേ, ആ വ്യക്തി മറ്റാരുടെയോ ആണ്. മനസ്സങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യൂലടാ ചില ആളുകൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയിന്ന്. കാരണം അത്രയും സ്നേഹിച്ചിട്ടുണ്ടാകും, അത്രയും ആ ഒരു മനസ്സിനെ നമ്മളെ മനസ്സ് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ആ ആളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു പരിധി വരെയൊക്കെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് താങ്ങണം, അത് താങ്ങിയേ പറ്റൂ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എവറി സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നതിന് ഒരു നല്ല റീസൺ അതിൻ്റെ അപ്പുറത്തുണ്ടാവും. സോ എന്ത് കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുക. കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാകാം, കുറച്ചധികം പ്രയാസമുള്ള കാര്യങ്ങളാകാം, ബട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത് പല ലെസൺസ് ആയിട്ടാണ് സംഭവിക്കുക. ചിലത് വേദനകളുടെ രൂപത്തിൽ, ചിലത് സന്തോഷങ്ങളുടെ രൂപത്തിൽ, ചിലത് പ്രയാസങ്ങളുടെ രൂപത്തിൽ. അതൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പം അതിൻ്റെ പാഠങ്ങളൊന്നും മനസ്സിലാവില്ല. എന്താണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് അപ്പം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് കുറച്ച് എന്തൊക്കെ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിക്കണം. കാരണം പഠിച്ച പാഠങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ശരിയല്ലേ? അടുത്തത് തോട്ട് മൈൻഡ്സ്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ തോട്ട് മൈൻഡ്സ് എന്നുള്ള പേജ്? ഓക്കെ, തോട്ട് മൈൻഡ്സ് എന്നുള്ളൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. യുവർ ടൈം ഓൺ എർത്ത് ഇസ് ലിമിറ്റഡ്, സോ സാറ്റിസ്ഫൈ യുവർ സോൾ, നോട്ട് സൊസൈറ്റി. എടാ ഇന്ന് നമ്മൾ കുറേ ഇങ്ങനത്തെ ആണല്ലോ വായിക്കുന്നത്. ഐ മീൻ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, വളരെ ഇതാണ്. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം, ഇങ്ങനത്തെ മീനിങ് തന്നെ കുറേ കോട്ടും റൈറ്റിംഗ് നമ്മൾ വായിക്കുന്നത്. ഇതിൽ പറഞ്ഞു നോക്ക്, യുവർ ടൈം ഓൺ എർത്ത് ഈസ് ലിമിറ്റഡ്, സോ സാറ്റിസ്ഫൈ യുവർ സോൾ, നോട്ട് സൊസൈറ്റി. നമ്മളെ സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ ലിമിറ്റഡ് ആണ്. സൊസൈറ്റി, സമൂഹത്തെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിൽ നിന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മറന്ന് നമ്മൾ ബാക്കിയുള്ളവരുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിതത്തിൽ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും പോയി, ഞമ്മക്കും പോയി, വേറെ ഒരാൾക്കും പോവില്ല. അവനവൻ്റെ സന്തോഷങ്ങൾക്കും അവനവൻ്റെ ഇഷ്ടങ്ങൾക്കും വേണ്ടി സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, മറ്റൊരാളുടെ സ്പേസ് കയറിയിട്ടോ മറ്റൊരാളുടെ ഫ്രീഡം നശിപ്പിച്ചിട്ടോ മറ്റൊരാളുടെ സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ടോ അല്ല നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിതവും. അല്ലാതെ തന്നെ സന്തോഷിക്കാനും സ്വപ്നം കാണാനും നേടിയെടുക്കാനും നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ബെറ്റർ സാറ്റിസ്ഫൈ യുവർ സോൾ, നോട്ട് സൊസൈറ്റി. ഭയങ്കര ഡെപ്തുള്ള കോഡ്സും റൈറ്റിങ്സും ആയിട്ട് നമുക്ക് ഇന്ന് കിട്ടണത് ഞാൻ വെറുതെ പറയുന്നതല്ല. അടുത്തെന്താ? പെൻസിൽ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. സഹിക്കാൻ കഴിയാത്ത പലതും സഹിക്കാൻ പഠിപ്പിച്ച ഒന്നാണ് സാഹചര്യം. വല്ലാത്തൊരു റൈറ്റിംഗ് പോയല്ലോ.
സഹിക്കാൻ കഴിയാത്ത പലതും സഹിക്കാൻ പഠിപ്പിച്ച ഒന്നാണ് സാഹചര്യം. സിറ്റുവേഷൻസ് ചേഞ്ച് പീപ്പിൾ. സാഹചര്യങ്ങൾ മനുഷ്യരെ മാറ്റും, പലതും പഠിപ്പിക്കും. ചിലർ പഠിക്കും, ചിലരൊരിക്കലും പഠിക്കില്ല. പക്ഷെ പഠിക്കണടാ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്നൊക്കെ ഓരോ ലെസൺ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പഠിക്കണം. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേപോലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ആ പാഠങ്ങൾ ഓർമ്മ വരും. എന്തൊക്കെ പഠിക്കാത്ത ആളുകളാണെങ്കിലും ലൈഫിലെ എല്ലാ ആളുകൾക്കും പല പല സിറ്റുവേഷൻസ് വന്നിട്ട് ആ ആളുകളെ ജീവിതം തന്നെ പലതും പഠിപ്പിക്കും. സ്കൂളിൽ പഠിക്കാത്ത കാര്യങ്ങളും സമൂഹം പഠിപ്പിക്കാത്ത കാര്യങ്ങളും ജീവിതത്തിലെ സാഹചര്യങ്ങൾ പല മനുഷ്യരെയും പല വലിയ പാഠങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അനുഭവിച്ചവർക്ക് നല്ലോണം മനസ്സിലാകുന്ന ഒരു റൈറ്റിംഗ് ആണത്. സോ ഗൈസ്, എപ്പിസോഡ് നമ്പർ 22 ലാസ്റ്റ് കോട്ട് നമുക്ക് നോക്കാം. കോട്ടാണോ റൈറ്റിംഗ് ആണെന്ന് അറിയില്ല, നോക്കാം. ഒരു പൊട്ടൻ ചെക്കൻ, പേജിന്റെ പേരാട്ടോ, ഒരു പൊട്ടൻ ചെക്കൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. എൻ്റെ അവസ്ഥ വളരെ മോശമായി വരികയാടാ. എനിക്കിപ്പോ ആരോടും ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ആയിപ്പോകുന്ന കുറെ ആളുകളുണ്ട് ലൈഫിൽ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം എത്ര ആളുകളാ അറിയോ ലൈഫ് സ്റ്റക്കായ പോലെ നിൽക്കുന്നത്. പാവങ്ങളാണ്. ചില ആളുകൾക്കൊന്നും എത്ര ശ്രമിച്ചിട്ടും അതിനകത്ത് റിക്കവർ ആവാനും പറ്റുന്നില്ല. ഓരെ കൊണ്ട് പെട്ടെന്നാണ് അവർക്ക് ലൈഫ് ഒരു എന്താ പറയാ, ഒരു ട്രോമയിലൊക്കെ കൊണ്ടേ ആക്കണ പോലെ. ഒരാളോട് മിണ്ടൂല, പുറത്തേക്ക് പോകൂല. അവര് വേറെ തന്നെ ഒരു ലോകത്തേക്ക് പോയ പോലെ ആവും. നമ്മൾ പറയല്ലോ, ഇന്നലെ വരെ ഭയങ്കര ഒച്ചമുളായിട്ട് നടന്ന ഒരാൾ ഇന്ന് പെട്ടെന്ന് സൈലന്റ് ആയി. സ്പെസിഫിക് റീസൺസ് ഉണ്ടാവും. മേ ബി നമുക്ക് സില്ലി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിലെ വാല്യുബിൾ കാര്യങ്ങളാവും, ഹാർഡസ്റ്റ് പാർട്ടാവും. അതുകൊണ്ട് നമ്മളെ സില്ലി കാര്യങ്ങൾ എല്ലാവരുടെയും സില്ലി കാര്യങ്ങളാണെന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്ക് വരരുത്. ഒരാളൊരു സങ്കടം പറയുമ്പോൾ, അയാളുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ, ഇത്രയേ ഉള്ളൂ, ഇതിനാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ, അങ്ങനൊന്നും പറയരുത്. നമുക്കാണതൊക്കെ അത്ര, അവർക്കത് വലുതാണെങ്കിലോ. ഒരാളെ ആശ്വസിപ്പിക്കേണ്ടത് അങ്ങനല്ല. അത് വളരെ ചെറുതാണ്, അത്ര ഉള്ളു ഇത്ര ഉള്ളു അങ്ങനെ പറഞ്ഞിട്ടല്ല ആശ്വസിപ്പിക്കേണ്ടത്. അത് ആശ്വസിപ്പിക്കലല്ല, കളിയാക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആ ആളുടെ ആ ഒരു കാര്യത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ, അതുപോലെ തന്നെ ആ ഒരു കാര്യം എന്താ പറയാ, അതിന് മാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കാണ് ചെയ്യുന്നത്. ആ ഒരു വേദന അയാൾക്ക് അത്രയും വലുതായത് കൊണ്ടല്ലേ ആൾ അങ്ങനെ ആയി പോകുന്നത്. സോ ആ ഒരു സമയത്ത് ആശ്വസിപ്പിക്കേണ്ടത് അങ്ങനല്ല. അങ്ങനെയുള്ള ആളുകൾ കുറേ ഉണ്ടടാ, സത്യം പറഞ്ഞിട്ട് പാവങ്ങളാണ്. അങ്ങനെ മിണ്ടാണ്ടായി പോയത് അങ്ങനെ ഉണ്ടല്ലോ. ഒറ്റ സിറ്റുവേഷൻ കാരണം ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാരണം ലൈഫ് ലോങ് മിണ്ടാതായ എത്ര ആളുകളുണ്ട്, മാറിപ്പോയ എത്ര ആളുകളുണ്ട്. മേ ബി അത് അവരെ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചൊരു കാര്യങ്ങൾ മാറ്റിയെടുത്തതാവും. അങ്ങനെ ഒന്നും ഒരാൾക്ക് മാറാൻ പറ്റാതാവട്ടെ. കാരണം അങ്ങനെ മാറിപ്പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഓർക്കൊരു ജീവിതമാണ്. സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആ ആളുടെ അങ്ങനത്തെ പിന്നീടുള്ള ജീവിതം കാണുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവൂലേ. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ. സോ ഗൈസ്, എപ്പിസോഡ് നമ്പർ 22 നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വളരെയധികം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കോട്ട്സും റൈറ്റിങ്സ് ആണ് വന്നത്. കുറേ ആളുകൾ പറയുന്ന കോമന്റ് സെക്ഷനിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ലവ് കോട്ട്സ് ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് കുറവായിരുന്നു. ബട്ട് ഇൻഫാക്ട് ഇന്നത്തെ കോട്ട്സ് മോസ്റ്റ്ലി റിലേറ്റിംഗ് ടു ലൈഫ്, ദ റിയൽ ലൈഫ്, അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ജീവിതത്തിന്റെ റിയാലിറ്റികൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു തരുന്ന റൈറ്റിങ്സ് ആണ് ആക്ച്വലി നമ്മൾ വായിച്ചത്. സോ എപ്പിസോഡ് 22 ഹിറ്റ്സ് ഡിഫറെൻറ്റ്. കാരണം ലൈഫിൽ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതലും ഇമാജിനേഷൻസിനേക്കാൾ കൂടുതലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് റിയാലിറ്റികളാണ്. അതെപ്പോ? അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ. ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ മറ്റുള്ളവർക്ക് നടന്ന റിയാലിറ്റികളെല്ലാം നമുക്ക് ചിലപ്പം സില്ലി മാറ്റേഴ്സ് ആവും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ പെയിൻ, അതിൻ്റെ ഡെപ്ത്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്പർ 22 എന്തോ എനിക്ക് പേഴ്സണലി എവിടെയൊക്കെ ഇഷ്ടമായി. കാരണം ഇതിലെ പല റൈറ്റിങ്സും പല കോട്ട്സും ലൈഫിൻ്റെ അത്രക്കും ഡീപ്പ് മീനിങ് കാണിച്ചു തരുന്നതാണ്. ഇതിൽ ഇന്ന് വായിച്ച പല റൈറ്റിങ്സും പല കോട്ട്സും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോട്ട്സ് ആൻഡ് റൈറ്റിങ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ്. ഇതൊന്നും ജോക്കല്ല നമ്മൾ വായിച്ചത്.
തമാശ രൂപത്തിൽ പോകുന്ന ഒരു റൈറ്റിങ്ങും അല്ല. ഇതിനൊക്കെ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. മനസ്സിലാകുന്ന ആളുകൾ ലൈഫിൽ ഇതിലെ പലതും അനുഭവിച്ചവരാവും. ശരിയല്ലേ? സോ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. കോമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ കോമൻസ് വെച്ചിട്ടുള്ള ലോങ് വീഡിയോ ചെയ്യും. അത് കുറച്ച് അധികം ലോങ് ആകും, കാരണം കുറേ കോമന്റുകൾ വരുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് മേ ബി അത് വല്ലാതെ ലോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പാർട്ട് പാർട്ടായിട്ട് ഇറക്കാം. അതല്ലെങ്കിൽ ഒരു ഒറ്റ സിംഗിൾ വീഡിയോ നിങ്ങൾ പറയാം, ഒറ്റ ലോങ് വീഡിയോ വേണോ, അതല്ലെങ്കിൽ നമുക്ക് പാർട്ട് പാർട്ടായിട്ട് കോമന്റ് സെക്ഷനിലെ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ട് ഇറക്കണമെന്ന് നിങ്ങൾ പറയാം. പിന്നെ ഇൻസ്റ്റയിൽ നമ്മുടെ റീൽസ് ഉണ്ട്, ഇതിൻ്റെ ഒക്കെ റീൽസ് ഉണ്ട്, അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിലും നിങ്ങൾ കോഡ്സ് എഴുതിയിടുക, റൈറ്റിങ്സ് എഴുതിയിടുക. നിങ്ങൾക്ക് നല്ല വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതും. സോ അതിലും മാക്സിമം ചെയ്യുക, യൂട്യൂബിലും ചെയ്യുക. യൂട്യൂബ് എന്ന് പറയുന്നതും വേൾഡ് വൈഡുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ മാക്സിമം എല്ലാവരും എഴുതുക, എഴുതാൻ കഴിവുള്ളവർ എഴുതുക. ആ ഒരു സ്കിൽ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. ലൈക്ക് ഏത് സ്കില്ലായിക്കോട്ടെ, അത് എല്ലാവർക്കും ഉള്ള സ്കില്ലുകളല്ല. സോ ഒരു സ്കില്ലുണ്ടെങ്കിൽ അത് ഷാർപ്പൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ കോമന്റ് സെക്ഷനിൽ കോമന്റുകൾ അറിയിക്കുക, കോഡ്സ് അറിയിക്കുക, റേറ്റിംഗ്സ് അറിയിക്കുക. സോ നമുക്ക് എപ്പിസോഡ് നമ്പർ 23 വീണ്ടും കാണാം. ബൈ.